വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. അർജുനെ കണ്ടായിരുന്നോ? കണ്ടമ്മേ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടോ? നാളെ രാവിലെ ഭാനുവിനെയും ജയേഷിനെയും ACPയുടെ മുന്നിൽ ഹാജരാക്കണം. ഈശ്വര, അതെന്തിനാ? ഭാനുവിന് കോടതിയിലൊക്കെ കയറ്റിയ നാട്ടുകാരറിയില്ലേ? ഏയ് ഇല്ലമ്മേ, അവിടെ അവരെ രണ്ടുപേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അവർക്ക് തമ്മിൽ പരസ്പരം പറയാനുള്ളത് എന്താണെന്ന് ആദ്യം അറിയട്ടെ. ഇതിപ്പോ അറിയാനെന്തിരിക്കുന്നു? ഭാനുവിന് പറയാനുള്ളത് അവള് പറഞ്ഞു, ജയേഷിന് പറയാനുള്ളത് അവനും പറഞ്ഞില്ലേ? അതൊക്കെ ശരി തന്നെയമ്മേ, പക്ഷേ ACPക്ക് ബോധ്യമാവണ്ടേ? അമ്മ ഇങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന കേസല്ല ഇത്. അർജുൻ നമുക്ക് വേണ്ടി വളരെ സീക്രട്ടായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ടായിരിക്കും. ഇപ്പൊ നമ്മളിത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാനുവിന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ല അമ്മേ. കുറെ കാശ് കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ലമ്മേ, മനസ്സുഖം കിട്ടണ്ടേ? ACPയുടെ മുമ്പില് ജയേഷിനി എന്താ പറയുന്നത് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അവൻ ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ലമ്മേ, കുറ്റക്കാരൻ അവൻ തന്നെയാണല്ലോ. പിന്നെ ഇപ്പൊ ആ വീഡിയോ പുറത്തുവിട്ടത് ജയേഷ് ആവില്ല അമ്മേ. ഭാനുവിന് ഇതേ അഭിപ്രായം ഉള്ളത്, അതുകൊണ്ട് അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ ACP ഒരു ലേഡി ആയതുകൊണ്ട് അവരിത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. ഇനിയിപ്പോ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാന്ന് എന്റെ പേടി. നോക്ക്, ജയേഷിനെ ഇനി ശിക്ഷിച്ചാൽ ആ മോഹനം വെറുതെ ഇരിക്കത്തില്ല. അങ്ങനൊന്നും നമ്മളിപ്പോ ചിന്തിക്കണ്ട അമ്മേ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ജയേഷിന്റെ ആവശ്യമാണല്ലോ. പെൺകുട്ടികളുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത്? സൂര്യ എന്താ പറഞ്ഞേ? അമ്മേ, സൂര്യ നല്ല തിരക്കില്ല, അതിനിടയില അർജുനെ കാണാൻ വന്നത്. സൂര്യ പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്കിതിന്റെ വരുമരാഹികളെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് എനിക്കൊരു പേടി. പേടിക്കാൻ പോയാ അമ്മ അതിനെ നേരം കാണൂ. ആദ്യമേ കേസിന്റെ വഴിയെ പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അർജുനെ നിങ്ങൾ കാണാൻ പോയ കാര്യവും ഭാനു പരാതി കൊടുത്ത കാര്യമൊന്നും ഞാൻ സേതുവിനോടോ മായോടോ പറഞ്ഞിട്ടില്ല. അത് സാരമില്ലമ്മേ, നാളെ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം സംസാരിച്ചോണം. വെറുതെ ഇനിയൊരു സംസാരം വേണ്ട. ഭാനു ഇതുവരെ മുറിക്ക് പുറത്തോട്ട് ഇറങ്ങിയില്ല, അതിൻ്റെ ഉള്ളിൽ ഒരേ ഇരിപ്പാ. അത് പിന്നെ വിഷമം കാണാതിരിക്കോ അമ്മേ? അതെ, നീ പോയി ഒന്ന് സംസാരിക്കേ. പിന്നീടാവട്ടെ അമ്മേ. ഞാനിപ്പോ പോയി സംസാരിക്കുന്നത് സേതുവേട്ടനോ മായച്ചയോ കണ്ട പിന്നെ അതാവും അടുത്ത സംശയം. എങ്കിൽ പിന്നെ അങ്ങനെ മതി. നീ എന്താടാ ഈ പറയുന്നേ? ACPയുടെ മുന്നിൽ അവനെ ഹാജരാക്കാനോ? വ്യക്തമായിട്ട് അറിയില്ലമ്മേ. ഒരു അർജുൻ അവനെ വിളിച്ചത്. ആളൊരു ജഡ്ജാണെന്നാ പറഞ്ഞത്. അയാളിപ്പോ ഡൽഹിയിലെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടമ്മേ. നീ ഇപ്പൊ എന്ത് തീരുമാനിച്ചു? അവനെ ഹാജരാക്കാൻ പോകുന്നു? ഹാജരാക്കാതിരിക്കാൻ പറ്റില്ലമ്മേ. ഹാജരായില്ലെങ്കിൽ ഇവിടെ വന്ന് അവനെ കൊണ്ടുപോകും. അമ്മയോടും രാജിയോടും ഒന്നും പറയണ്ടെന്ന് അവൻ പറഞ്ഞു. അമ്മയെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ടെൻഷനൊന്നും വേണ്ടെന്നും ഭാനുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും ആണെന്ന് ആ അർജുൻ ജയേഷിനോട് പറഞ്ഞ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു മോനെ. എനിക്കും അങ്ങനെ തോന്നിയതാണമ്മേ. പക്ഷേ അവൻ പറയുന്നത് അച്ഛൻ ധൈര്യമായിട്ടിരി, അവൻ പോയിട്ട് വരാമെന്ന്. എന്നാലും അവനെ നീ ഒറ്റയ്ക്ക് വിടണ്ട, നീ കൂടെ പോവണം. അത് വേണ്ടമേ, ഞാനും കൂടെ പോയാ രാജിക്ക് സംശയമാവും. അവള് നാളെ എവിടെയോ പോകുന്ന എന്നോട് പറഞ്ഞു. എന്നാലും അവനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണോടാ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടമ്മേ. സീനിയർ അഡ്വക്കേറ്റ് ആണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മതി, അല്ലെങ്കിൽ അവൻ ആകെ പതറിപ്പോവും.
അതെ അമ്മേ, ഈ പുറമേ കാണിക്കുന്ന ധൈര്യമേ ഉള്ളവന്. ആ, എന്താ നാളെ സംഭവിക്കാൻ നോക്കട്ടെ. ആന്റി എന്താ അങ്ങനെ പറഞ്ഞ്? നിന്റെ നന്മയ്ക്ക് വേണ്ടി. ഈ ആന്റിയും കൂടെ കൂട്ടു നിന്നിട്ടാ നിന്റെ ജീവിതം എങ്ങനെയായത്. ഈ കുടുംബത്തിന് വേണ്ടി നീ ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ പോയപ്പോ ഞാനത് തടഞ്ഞാ മതിയായിരുന്നു. ഇപ്പോ എന്നെ അലട്ടുന്ന പ്രധാന പ്രശ്നം നിന്റെ ഭാവിയാ മോളെ. എന്റെ ഭാവിക്ക് ഒരു കുഴപ്പം വരില്ല ആന്റി. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും. കുറെ അങ്ങോട്ട് പോകുമ്പോ ഈ തോന്നലുകളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നിനക്ക് തോന്നും. അപ്പോഴേക്കും നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിന്ന ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സുനിലിനെ കുറിച്ചാണ്. ഞാൻ പലപ്പോഴായിട്ട് കാണുന്നുണ്ട് നിനക്ക് സുനിലിനോടുള്ള പുച്ഛം അകൽച്ചയും. മോളെ, തൊട്ടടുത്തിരിക്കുന്ന പലതിന്റെയും വില എത്രത്തോളം വലുതായിരുന്നുവെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും. എന്റെ ഭാഗത്തായിരുന്നു തെറ്റ് മുഴുവനും. സൂര്യയെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരുത്തിച്ചത്. പക്ഷേ സംഭവിച്ചതോ അതൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാ എന്റെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടക്കാതെ പോയത്. അന്ന് നമ്മൾ അകറ്റാൻ ശ്രമിച്ച ഭാവന ഇന്ന് നമുക്ക് പ്രിയപ്പെട്ടവളായി മാറി. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും പലവട്ടം ആലോചിച്ചിട്ട് ചെയ്യണം. സുനിലിനെ മോൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പലവട്ടം ചിന്തിക്കണം. ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും കൈവിട്ടു പോയാലും പിന്നെ തിരിച്ചു കിട്ടാൻ പാടാ. നമ്മൾ തേടി പോകുന്നവരെയല്ല, നമ്മളെ തേടി വരുന്നവരെ വേണം ഒപ്പം കൂട്ടാൻ. മോൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമ്പോഴേ ഈ ആന്റിക്ക് സന്തോഷമാവും. അല്ലെങ്കിൽ നാളെ എന്റെ കാലം കഴിഞ്ഞാലും സമാധാനം കിട്ടാതെ എന്റെ ആത്മാവലയും. ഈ ലോകത്ത് മോളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സുനില് മാത്രമായിരിക്കും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ഗൗരവമായിട്ട് തന്നെ ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം എടുക്ക. ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്നെ എന്നും ചേർത്ത് പിടിക്കാൻ അവകാശമുള്ള ആ കരങ്ങളായിരിക്കും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് മോളോട് പറയാനില്ല.